എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ആ ബെലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് തോരന് വേണ്ടിയിട്ട് 2 സ്പൂൺ തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് നമ്മൾ അരപ്പിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ജീരകം. ഇനി നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പിലയും ഒരു 2-3 വറ്റൽമുളകും കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാരറ്റ്, 2 ക്യാരറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2 ക്യാരറ്റും ഒരു സവാളയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒപ്പം കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുക. അതൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർക്കുക. ഇനി നമ്മൾ തോരത്തിനുള്ള അരപ്പ് നമ്മൾ നേരത്തെ എടുത്ത ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, കൈകൊണ്ട് തന്നെ. പിന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. മിക്സി ഒന്നും വേണ്ട, കൈകൊണ്ടാണ് നമ്മൾ ഈ അരപ്പ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നമ്മുടെ ക്യാരറ്റ് ഇവിടെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് വെന്തതിന് ശേഷം നമുക്ക് അരപ്പും ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ക്യാരറ്റ് വെന്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ ഒരു വേവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വേവിക്കാം. പിന്നെ അരപ്പും കൂടെ ചേർക്കാം. അപ്പോൾ അരപ്പൊക്കെ ചേർത്ത് നമ്മൾ ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ക്യാരറ്റ് തോരൻ തയ്യാറായി. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. സ്റ്റേ ട്യൂൺഡ്.